നോക്കട്ടെ, എന്നെ അറിയോ നോക്കട്ടെ. ലോഹിതാക്ഷൻ എന്ത് ചെയ്യുന്നു? എനിക്ക് കശുവണ്ടിയുടെ ബിസിനസ്. എവിടെ? വരവൂര്. അതെവിടെ? തൃശ്ശൂർ. അങ്ങനെ എന്ത് ചെയ്തിട്ട് പതുക്കെ പാട്ടുകൾ ഞാനിങ്ങനെ ഒരു പതുക്കെ ഫ്ലൈറ്റ്. അയാൾ പറഞ്ഞു, മിസ്റ്റർ ലോഹിതാക്ഷൻ. അപ്പൊ ഞാൻ പറയാ, എനിക്ക് ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവൻ പെശകാണല്ലോ, 50% എന്റെ ഗ്യാസ് അവൻ കളഞ്ഞു, ഞാൻ പാട്ടിന്റെ ആളാ. കുറച്ചു കഴിഞ്ഞ അയാൾ പറയാം, എനിക്ക് തമാശ പറയുന്നുണ്ട്, അതും തീരേഷില്ല. അപ്പൊ ഫലിതബോധവും സംഗീതബോധവും ഇല്ലെങ്കിൽ ജയരാജുവരുടെ പരിപാടി പോക്കാം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, തൃശ്ശൂർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഫലിതം തൃശ്ശൂരിൽ നിന്നാണ് ഉണ്ടാവുക. ലോകത്ത് അറിയാമോ നിങ്ങൾക്ക്? ലോകത്തൊരു പുതിയ വിറ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നായിരിക്കും. ഇപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, എനിക്ക് പോകേണ്ടത് കൊല്ലത്തേക്കാണ്. ഞാനൊരു പുസ്തകമൊക്കെ വായിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പെട്ടിയുണ്ട്, നല്ല ചൂടുണ്ട്, ഇങ്ങനെ തോർത്തുകൊണ്ട് ഒരു കർച്ചീഫ് എടുത്ത് വീശിയില്ല. അപ്പൊ ഒരു സഞ്ചി പിടിച്ചിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, എന്നാ എവിടെ പരിപാടി? ഞാൻ പറഞ്ഞു, കൊല്ലത്ത്. അയച്ചു. പുതിയ ഞാൻ പറക്കില്ലേ ഉണ്ട്. എന്തായാലും സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ കയ്യിൽ കണ്ടവൻ ഇഷ്ടമൊക്കെ ഉണ്ട്. അവൻ ഉദ്ദേശിച്ച അർത്ഥം എന്താ അറിയോ? എന്നാ എവിടെ പരിപാടി? അവൻ ഉദ്ദേശിച്ച് എന്നാ ആരെ പറ്റിക്കാൻ പോവാന്നാണ്. എന്റെ തൊട്ടിപ്പുറത്ത് ഒരു സീരിയൽ നടന്നിരുന്നു, ഒരു പാവ എന്റെ കൂട്ടുകാരനാ, സീരിയൽ നടൻ. അവൻ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റൈലിൽ. ഇയാൾ അയാളുടെ അടുത്ത് പോയിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ല. നേരെ സീരിയൽ നടന്റെ അടുത്ത് പോയിട്ട് ഇയാൾ ഒരു ആക്ഷൻ കാണിച്ചു. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്താ കാണിച്ചാലേ? നടനെ നോക്കിയിട്ടേ, ഇയാൾ ഉദ്ദേശിച്ചത്, നിന്നൊക്കെ എന്തോരം കാലം സഹിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലെ മുഖം ആകെ ഒരു പെണ്ണുള്ളൂ, ആ പെണ്ണുങ്ങൾ ആങ്ങളും പെങ്ങന്മാരെ നീ വന്ന് നിന്നെ നോക്കിയിരിക്കും, നമ്മളെ നോക്കാൻ ആളില്ലേ, ഇത് എന്നതൊക്കെ അവസാനിപ്പിക്കും. ഇതാണ് ആ തൃശ്ശൂർക്കാരന്റെ മനസ്സിലിരിപ്പ്. നമ്മുടെ രാജേന്ദ്രൻ മാഷ് പോയാ, നമ്മുടെ വയലിൻ സി രാജേന്ദ്രൻ പോയാ? എന്റെ ദൈവമേ, ഗംഭീര ഹ്യൂമർ അങ്ങനെ. നിങ്ങൾക്ക് അറിയാത്തൊരു മുഖം ഉണ്ടങ്ങരുത്. ഞാൻ രാജേന്ദ്രനും കൂടെ അങ്ങനെ ഒരു തമാശ പറഞ്ഞു, അതിവിടെ അവതരിപ്പിക്കാം. അതായത് പാലക്കാട് നിന്ന് 2 പേര് തൃശ്ശൂർ സൂ കാണാൻ വന്നു. സൂ കണ്ടിട്ടല്ലോ, കാഴ്ചങ്ങളാവല്ലേ? എ മുതൽ സെറ്റ് വരെയാണ് അക്ഷരമാല. ആ സൂവിന്റെ അവസ്ഥ കഴിഞ്ഞു പണി. ഇനി നേരെ ആ കുഴി കുത്തി ഇങ്ങോട്ട് കുഴിച്ചിട്ട് ഒരു കുരിശ് വെക്കേ വേണ്ടു. ആ അവസ്ഥയാണ്. ഏത്? ആ സൂനെ. ഹലോ മോഹൻദാസ്, ആ സൂവിന്റെ അവസ്ഥ സെറ്റാ. കുഴിച്ചിട്ട് കുരിശ് വെച്ചാൽ റെഡി. അപ്പൊ സൂ കാണാൻ വന്ന ആൾക്കാര് പതുക്കെ സെന്റ് തോമസ് കോളേജിന്റെ അവിടെ ബസ് നിർത്തിയപ്പോ അവിടെ പറഞ്ഞു. അവര് പാവങ്ങൾ അവിടെ ഇറങ്ങി. അവര് പറഞ്ഞു, വേറെ എവിടെ വെച്ചു, കാഴ്ചങ്ങളാവിലേക്ക് പോണത് ഏതിനാണ്? പാലക്കാട്. നല്ല ആൾക്കാരാട്ടോ. ഈ കാഴ്ചകളൊക്കെ പോകുന്നത് ഏതിനാണ്? അപ്പൊ 2 ആള് പീടി വെച്ചിരിക്കുക. അങ്ങനെ ആശുപത്രിയിലൂടെ പീടിയുടെ അടുത്ത് അങ്ങടാ പോണേ, പീടി ഇങ്ങടല്ല. ഇവര് ചോദിച്ചു, കാഴ്ചകളാവിലേക്ക് പോണത് ഏതിനാണ്? എന്നിട്ട് കാഴ്ചകളെ കാണാൻ വന്നതാണ്, ഏതിനാണ് പോണത്? കാഴ്ചകളാവിരിക്ക. റൗണ്ട് ഇനിയും ഒന്ന് പറഞ്ഞു തരും. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് റൗണ്ടാണ്, 4 മടക്കുന്നതിന്റെ ഗോപുരം കാണും, പൈക്കരിക്കോ. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോ പാർമേക്കാവിന്റെ ചെറിയൊരു ഡീസന്റ് ആയിട്ടുള്ള സാധനം കാണും, അതും ഗോപുരം തന്നെ. അവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് റൈറ്റ് പോയാ ആ കാണണ ഇനി കാഴ്ചകളാവും. അപ്പൊ ഈ വന്ന ആൾക്കാര് പാലക്കാട്ടുകാര് കുറച്ച് പ്രായ ആൾക്കാർ, അവര് ചോദിച്ചു എത്ര ദൂരം ഉണ്ടെന്ന് പറയുള്ളൂ. അവര് ചോദിച്ചു, എത്ര മൈലുണ്ട്? അപ്പൊ ഇയാള് പറഞ്ഞു, 4 നടന്നു, 2 ചത്തു, 2 ബാക്കിയുണ്ട്. ഇല്ലടാ അന്തോണിയ. ഇത് തൃശ്ശൂർക്കാർക്ക് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങള് ഇവിടെയൊക്കെ കാവടി ഉണ്ടോ? അലോക് കൃഷ്ണ, കാവടി ഉണ്ടോ ഈ ഭാഗത്തൊക്കെ? കാവടി തൃശ്ശൂരിന്റെ ഒരു കലാരൂപമാണ് കേട്ടോ. എന്റെ വീട് ശരിക്കും പനമുക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടേക്ക് അടുത്തുള്ള ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് കൂർക്കഞ്ചേരി തൈപ്പൂയം. കൂർക്കഞ്ചേരി തൈപ്പൂയത്തിന് കാവടി എടുക്കാൻ വേറെ അവസാനത്തെ പാട്ടിന് കാവടി എടുത്തോ, അവന്റെ കാര്യം പോക്ക. അവസാനത്തെ പാട്ടിന് കാവടി എടുത്താൽ എന്താണ്ടാവും അറിയോ? ഇവൻ ഇതെടുത്ത് ആടാൻ തുടങ്ങും. പാട്ട് പകുതി ആകുമ്പോ കമ്മിറ്റിക്കാർ പോവും, കുറച്ച് കഴിയുമ്പോ കാണാൻ നിൽക്കുന്നവര് പോവും, കുറച്ച് കഴിയുമ്പോ കൂട്ടുകാർ പോവും, മറ്റേ തലയിൽ പെടുന്നു. ഇതിന് കഥയുണ്ട്. എന്റെ വീടിനടുത്ത് ഒരു കാവടി കമ്മിറ്റി ഉണ്ട്, പടിഞ്ഞാട്ടുപുറി സമാജം. ഇതിലുള്ള ഒരാളുടെ അമ്മ 4 ചേട്ടനയ്യന്മാരാ, 5 പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുത്തു. ഈ അമ്മയെ നോക്കാപ്പോ ആരുമില്ല, 80 വയസ്സായി. ഈ അമ്മ പാവം വയസ്സായിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ 4 ആൺമക്കളുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, ഇനിയിപ്പോ കൊണ്ടിട്ട് നല്ലുള്ള പരിപാടി എന്ന് പറയുന്നു, ഒന്ന് അവര് ഉപദേശിച്ച. ആ ശരി, മൂത്താളെ വിളിച്ചു. എന്റെ അമ്മയെ നോക്കാത്തത്? അന്ന് ശരിയാവില്ല, കാരണം ഞാനും എന്റെ പെണ്ണും 3 കടാങ്ങളും കൂടിയിട്ട് ഒരു ലൈമുറി പോലുള്ള സ്ഥലത്താ താമസിക്കാം, എങ്ങനെയിപ്പോ അമ്മേനെ നോക്കുക? ഓക്കെ. രണ്ടാമനോട് ചോദിച്ചപ്പോ രണ്ടാമൻ പറഞ്ഞു, അമ്മയും അന്റെ പെണ്ണും അമ്മയും കൂടി കണ്ട കയറിമാരിഞ്ഞു, അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മേരെ കേസ്? ഓക്കെ. മൂന്നാമനോട് ചോദിച്ചു പറഞ്ഞു, അമ്മയ്ക്ക് വലിയേട്ടനോട് നാളെനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം, തീരട്ടുള്ള അമ്മയ്ക്ക് അറിയാ ജയരാജേട്ടന. ഓക്കെ.
നാലാമനോട് ചോദിച്ചപ്പോ അവനാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ, ഏതിന്റെ കാവടിയുടെ കയ്യില് ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ടൊരു ചുളൻ, ബൈക്ക് കടി. അവനോട് ജോൻ പറഞ്ഞു, ജയരാജേട്ടൊന്നും ഉണ്ടായിരുന്നു, അമ്മേനെ നോക്കാന്ന് പറഞ്ഞ് നടക്കണ കേസല്ല. ഞാൻ പറഞ്ഞു, എടാ നിനക്കല്ലേ വീട്, നീയല്ലേ അമ്മയെ നോക്കണ്ട്, നീയല്ലേ ഇളയ മകൻ. ജയരാജേട്ടൊന്നും ഉണ്ടായിരുന്നു, അമ്മേനെ നോക്കാന്ന് പറഞ്ഞാൽ കൂർക്കഞ്ചേരി പോയതിന്റെ അവസാനത്തെ കാവടി എടുത്ത മതിയോ? കൂർക്കഞ്ചേരി പോയതിന് അവസാനത്തെ പാട്ടിന് കാവടി എടുത്ത മതിയോ? അതെന്താ മാറിയെടുക്കാൻ ആളുണ്ടാവില്ല. അതന്നെ അങ്ങനെ ഉണ്ട്. ഇത് ഒരു ജീവിത യാഥാർത്ഥ്യം.